ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പക്ക വടയാണ്. ഇപ്പോൾ നമ്മൾ സവാളനെ കൊണ്ട് അധികം ഉണ്ടാക്കുന്ന വടയാണ് നമ്മളെ പക്ക വട എന്ന് പറയുന്നത്. ഇപ്പോൾ സവാളൊക്കെ വിലയെല്ലാം കൂടിയുണ്ട്, നമുക്കതൊന്ന് മാറ്റി പിടിച്ച് ക്യാബേജിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ക്യാബേജ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു വട നമ്മൾ സവാള കൊണ്ടുണ്ടാക്കുന്ന വടേനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും ഈ വട ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം സവാള വട എന്തായാലും ഉണ്ടാക്കൂല. കാരണം സവാള വടേനേക്കാളും നല്ല ടേസ്റ്റി ആണ് ഈ ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വെറും 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു ചെറിയ ക്യാബേജാണ് എടുത്തത്. ഒരു ചെറിയ ക്യാബേജ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള ക്യാബേജ് എന്ന് വെച്ചാൽ അത്രയും എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇഞ്ചി ഇല്ല കേട്ടോ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ബാക്കി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ജസ്റ്റ് ഈ കേബേജിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് ഇടേണ്ടതെങ്കിൽ പച്ചമുളക് ഇടാം, അത് ഓപ്ഷനലാണ്. മുളക് പൊടിയോ പച്ചമുളകോ ഇട്ട് കൊടുക്കുക ഒരു എരിവിന് വേണ്ടിയിട്ട്. അതിനുശേഷം അതും കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴും ഇതിൽ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇത് വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ പാടില്ല. കാരണം നമുക്കിത് അതിൻ്റേതായ ഒരു പരുവത്ത് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പരുവാക്കി എടുക്കണം. അതായത് നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒരു ബോൾ പോലെ കിട്ടുന്ന രീതിയിൽ കിട്ടണം. ഇത് ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം 3 ടേബിൾ സ്പൂണ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി കടലപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് കൂടി കടലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ കുറച്ച് കടലപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു പരുവം കിട്ടുള്ളൂ. ഇല്ലയെന്ന് വെച്ചാൽ ഒന്നിക്കുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ മാവ് കൂടിപ്പോവും. രണ്ടും ഇതാവാൻ പാടില്ല. ഇപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടി നോക്കാം. ഇതിപ്പോൾ നല്ലോണം സ്റ്റിക്കായി നിൽക്കുന്നുണ്ട്. ഇതേപോലെ പിടിച്ചാൽ ബോൾ പോലെ കിട്ടുന്ന രീതിയിൽ നമ്മൾ പൊടിയും വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ടോട്ടൽ 5 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുഴച്ചെടുത്തതാണ്. വെള്ളത്തിൻ്റെ അളവ് ഏകദേശം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ടേബിൾ സ്പൂണ് കണക്കിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് മറ്റേ കയ്യിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം ഈ ഓയിലിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതേപോലെ ബോൾസാക്കി പരത്തിയെടുത്തതിന് ശേഷം ചൂടുള്ള ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും. ഒരു റെഡ് കളറ്, ഒരു സൈഡ് ഒരു റെഡ് കളറാകുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിടാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗം വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് സവാളേനെ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത് ആ ഒരു സൈഡും കൂടിയും ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ വെച്ച് റെഡി ആയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഫ്ലെയിം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളെ സവാള വടേനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. അപ്പോൾ നമുക്ക് നമ്മളെ അടുത്ത ബാച്ചും കൂടിയും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓരോരോ പ്രാവശ്യം ഇത് ഉരുട്ടി പരത്തി ഇതിലേക്ക് ഇടുന്ന സമയത്തും ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് കുഴച്ചിട്ട് വേണം വീണ്ടും ഉരുട്ടിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേന്. കാരണം എന്താ വെച്ചാൽ വെക്കുന്നതിന് ഇതിൻ്റെ ബാറ്റർ കുറച്ച് ലൂസായി വരും. അതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഞാൻ ഇതിൻ്റെ ആ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി ഒരു റെഡ് കളറാകുന്ന സമയത്ത് നമുക്കിത് ഓയിൽ നിന്ന് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി കോരി നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജിൻ്റെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാകുക. കാരണം അധികം മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെ ചിക്കൻ മസാലയാണ്. അപ്പോൾ ചിക്കൻ മസാല ആയാലും മീറ്റ് മസാല ആയാലും പ്രോബ്ലം ഇല്ല. രണ്ടിലേതെങ്കിലും ഒരു മസാല ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ വട തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ സവാളേനെ കൊണ്ട് ഉണ്ടാക്കുന്ന വടേനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന വട. ഇപ്പോൾ സവാളക്ക് ഭയങ്കര വിലയെല്ലാം കൂടിയത് കൊണ്ട് സവാള വടേൻ്റെ സ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. ഗസ്റ്റിനൊക്കെ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.